പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, നമ്മൾ കഴിഞ്ഞ 3 സന്ദേശങ്ങളിലും കേട്ട കാര്യങ്ങൾ ഇതൊക്കെയായിരുന്നു. ഒന്ന്, യേശുക്രിസ്തുവിൻ്റെ രണ്ടാം വരവും അന്ത്യകാല പ്രത്യേകതയും ആമുഖമായിട്ട് ചില കാര്യങ്ങൾ സൂചിപ്പിക്കുകയുണ്ടായി. അത് കഴിഞ്ഞ് പുത്രൻ അറിയാത്ത കാര്യം എന്താണ്, നിങ്ങൾക്കറിയാമോ എന്നുള്ളൊരു ചോദ്യം നിലനിൽക്കുന്നതിൻ്റെ ഉത്തരം നമ്മൾ കണ്ടെത്തുകയുണ്ടായി. അത് കഴിഞ്ഞ് നമ്മൾ യേശു രണ്ടാമത് വരും എന്നുള്ളതിനെക്കുറിച്ചുള്ള സൂചനകൾ ഈശോ പറഞ്ഞത്, അപ്പസ്തോലന്മാർ പറഞ്ഞത്, മാലാഖമാർ പറഞ്ഞത് ചിന്തിക്കുകയുണ്ടായി. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്ന ഒരു മേഖല ഒന്നാം വരവും രണ്ടാം വരവും തമ്മിലുള്ള പ്രത്യേകത അല്ലെങ്കിൽ ഒരു വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ്. യേശുക്രിസ്തു ഒന്നാമത് വന്നു, ഇനി രണ്ടാമതും വരുന്നു എന്നുള്ളതിനെക്കുറിച്ചാണ് നമ്മൾ നിത്യജീവൻ്റെ ശുശ്രൂഷകളിലേക്കാണ് നമ്മൾ കടന്നു വന്നിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒന്നാമത്തെ വരവും രണ്ടാം വരവും തമ്മിലുള്ള ചില വ്യത്യാസങ്ങൾ, പ്രത്യേകതകൾ എന്താണ് എന്നുള്ളത് നമ്മളൊന്ന് അറിയുകയാണ്. ഒരു വചനഭാഗം നമുക്ക് വായിക്കാം. ലൂക്കാസ് സുവിശേഷം 2-ാം അധ്യായം 10-ാം തിരുവചനം. ദൂതൻ അവരോട് പറഞ്ഞു, ഭയപ്പെടേണ്ട, ഇതാ സകല ജനത്തിനും വേണ്ടിയുള്ള വലിയ സന്തോഷത്തിൻ്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. ദാവീദിൻ്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ, കർത്താവായ ക്രിസ്തു ഇന്ന് ജനിച്ചിരിക്കുന്നു. ഇതൊരു ഒന്നാം വരവുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്, നമുക്കറിയാം. ഇനി ഒന്നാം വരവിലെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മൊത്തത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ ഒരു കാര്യമാണ് പറഞ്ഞു വരുന്നത്. ഒന്നാം വരവിൽ യേശു ക്രിസ്തു സകല ജനതകൾക്കും വേണ്ടി വന്നതാണ്. എല്ലാവരെയും രക്ഷിക്കാൻ വേണ്ടി വന്നു. സകല ജനതകളെന്ന് പറയുമ്പോൾ ഈ ഭൂമിയിൽ എല്ലാ മതം എന്നുള്ളതിനേക്കാൾ ഉപരി എല്ലാ ജനതകൾ എന്നുള്ളൊരു വാക്ക് നമ്മൾ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും കാണുന്നുണ്ട്. എന്ന് വെച്ചാൽ മനുഷ്യരായിട്ട് ജനിച്ച സകലരെയും രക്ഷിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ മനുഷ്യരായിട്ട് ജനിച്ചിരിക്കുന്ന എല്ലാവരെയും രക്ഷിക്കാൻ വേണ്ടി വന്ന കർത്താവിനെ കുറിച്ചാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ സകല ജനതകൾക്കും വേണ്ടി വന്നതാണ് യേശു ക്രിസ്തുവിൻ്റെ ആദ്യത്തെ വരവ്, എല്ലാവരെയും രക്ഷിക്കാൻ. എന്നാൽ രണ്ടാമത്തെ വരവ്, അവിടെയും രക്ഷിക്കുക എന്നൊരു വാക്ക് ഉപയോഗിക്കുന്നുണ്ട്. ഹെബ്രായരുടെ ലേഖനം 9:28 നമ്മളത് വായിക്കും. രണ്ടാമത്തെ വരവിൻ്റെ പ്രത്യേകത തന്നെ ആകാംക്ഷാപൂർവ്വം കാത്തിരിക്കുന്നവരെ മാത്രം രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ രണ്ടാം വരവിൽ എല്ലാവരും രക്ഷയിലേക്ക് വരുന്നില്ല, അല്ലെങ്കിൽ രണ്ടാം വരവിൽ എല്ലാവരെയും കൂട്ടിക്കൊണ്ടു പോകുന്നില്ല എന്ന് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ വിചാരിക്കുക എന്താണ് അങ്ങനെയെന്ന് ചിന്തിക്കും. കാരണം ഈ ഒന്നാം വരവ് എന്തിനു വേണ്ടി വന്നു എന്നുള്ളത് അറിഞ്ഞ് കർത്താവിൻ്റെ ആദ്യ വരവ് അതിൻ്റെ ലക്ഷ്യങ്ങൾക്കനുസരിച്ച് ഈ ഭൂമിയിൽ ജീവിച്ച് സ്നേഹത്തിലും വിശുദ്ധിയിലും കരുണയിലും ദൈവവചനപ്രകാരം ദൈവഗീത പ്രകാരം ജീവിച്ച് കാത്തിരിക്കുന്നവരെ കൂട്ടിക്കൊണ്ടു പോകാനാണ്. നമ്മൾ ഈ ലോകത്തിലേക്ക് നോക്കുമ്പോൾ അറിയാം, എല്ലാവരും അങ്ങനെ ഒരു കാത്തിരിപ്പിലല്ല. കാരണം നിരവധി പേർ കർത്താവിനെ അവഹേളിച്ച്, ഇപ്പോൾ കർത്താവിനെ അവഹേളിച്ചത് കൊണ്ടോ എതിർത്തത് കൊണ്ടോ കർത്താവിന് ആരോടും പിണക്കമൊന്നുമില്ല, ആരെയും മാറ്റി നിർത്താൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ സ്വർഗപ്രവേശനം എല്ലാവർക്കും ഉള്ളതല്ല, അതിനൊരു വ്യവസ്ഥ കർത്താവ് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വിചാരിക്കും അങ്ങനെയാണെങ്കിൽ എന്തു ചെയ്യും? അങ്ങനെയാണെങ്കിൽ വചനപ്രകാരം നമ്മൾ ജീവിച്ചാൽ, കർത്താവ് പറഞ്ഞിരിക്കുന്ന വാക്ക് പ്രകാരം ജീവിച്ചു കഴിഞ്ഞാൽ നമുക്കവിടെ എത്തിച്ചേരാനായിട്ട് സാധിക്കും. അപ്പോൾ അതുകൊണ്ട് അതിനെ ഓർത്ത് നമ്മൾ വിഷമിക്കണ്ട. ഇന്നലെ വരെ നമ്മൾ ഏതവസ്ഥയിലാണെങ്കിൽ, അപ്പോസ്തല പ്രവർത്തനം 17:30 നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്, അജ്ഞത കാലഘട്ടങ്ങളെ ദൈവം കണക്കിലെടുക്കുന്നില്ല, എന്നാൽ ഇപ്പോൾ എല്ലായിടത്തും ഉള്ളവർ പശ്ചാത്തപിക്കണമെന്ന് അവിടെ നിന്ന് ആജ്ഞാപിക്കുകയാണ്. അപ്പോൾ എല്ലാ ജനതകളും പെട്ടവർ പശ്ചാത്തപിക്കണം. അപ്പോൾ ഇന്നലെ വരെ എന്താണ് എന്നുള്ളതിനേക്കാൾ ഉപരി ഞാനൊരു സത്യം അറിയുമ്പോൾ, കാര്യം മനസ്സിലാക്കുമ്പോൾ ഇനി എന്താകണം. ഇതിന് പലരും കാണുന്നൊരു കാര്യമാണ്, ദൈവം കരുണയുള്ളവനല്ലേ, ദൈവം ദയയുള്ളവനല്ലേ, എന്നിട്ട് എന്താ ഇങ്ങനെ എന്നൊക്കെ ചിന്തിക്കും. ബൈബിൾ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ദൈവം കരുണയുള്ളവനാണ്, ദയയുള്ളവനാണ്, സ്നേഹമുള്ളവനാണ്. ഇപ്പോൾ നമ്മളൊരു ഉദാഹരണം പറഞ്ഞാൽ, നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ചിന്തിച്ചാൽ, ഇപ്പോൾ ഒരുപാട് വിശുദ്ധരുണ്ട്. ഇപ്പോൾ ഒരു കാര്യത്തെ നമുക്ക് വിശുദ്ധ മരിയ കുര്യത്തെ എടുക്കാം. വിശുദ്ധ മരിയ കുര്യത്തെ തന്നെ 12-ാമത്തെ വയസ്സിൽ അലക്സാണ്ടർ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ വന്ന് ജഡികമായ പാപം ചെയ്യാൻ പ്രേരിപ്പിച്ചു. അപ്പോൾ മരിയ കുര്യത്തി പറഞ്ഞു, ഈ പാപം ദൈവഹിതത്തിന് എതിരാണ്, ഇത് ചെയ്യാൻ പാടില്ല, ഇത് ചെയ്യുന്നവർ നരകത്തിൽ പോകും, അതുകൊണ്ട് ഞാൻ സമ്മതിക്കില്ല. അപ്പോൾ ആ വ്യക്തി മരിയ കുര്യത്തിയെ തൻ്റെ കൈവശമുണ്ടായിരുന്ന ആയുധം കൊണ്ട് പരിക്കേൽപ്പിച്ചു, കുത്തി മുറിവേൽപ്പിച്ചു.
എന്നിട്ട് പറഞ്ഞു, ഇപ്പോൾ നീ എന്നോടൊപ്പം സഹകരിച്ചാൽ നിന്റെ ജീവനെ ഞാൻ രക്ഷിക്കാം. ആ പെൺകുട്ടി പറഞ്ഞു, ഞാനും നീയും നരകത്തിൽ പോകും, അതുകൊണ്ട് ഞാൻ ഇതിന് കൂട്ടു നിൽക്കത്തില്ല. ഞാൻ വായിച്ച ചരിത്രങ്ങൾ 14 പ്രാവശ്യം കുത്തി മുറിവേൽപ്പിച്ച് കൊന്നുകളഞ്ഞു ആ പാപത്തിന് സഹകരിക്കാത്തതിൻ്റെ പേരിൽ. അപ്പോൾ തൻ്റെ വിശുദ്ധിയെക്കുറിച്ചും ദൈവത്തിന് ഹിതകരമല്ല ഇതെന്ന് മനസ്സിലാക്കിയും തൻ്റെ ജീവിതം കർത്താവിന് വിട്ടുകൊടുത്ത് ആ പാപത്തിൻ്റെ നൈമിഷിക സുഖത്തെ ആസ്വദിക്കുന്നതിനേക്കാളും മരണം കൈവരിച്ച് സ്വർഗം സ്വന്തമാക്കിയ വ്യക്തിയാണ് വിശുദ്ധ മരിയ കുര്യത്തി. ഇനി നമ്മൾ ചിന്തിച്ചു നോക്കി, ഈ കാലഘട്ടങ്ങളിലാണെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക? നമ്മൾ ഈ കാലഘട്ടങ്ങളിലാണെങ്കിൽ മക്കളോട് പറയും, ആ ധ്യാനമില്ലേ, ഒരു ധ്യാനം കൂടും, അതിൻ്റെ വിഷമമൊക്കെ മാറും, പിന്നെ കുമ്പസാരിച്ചാൽ മതി, അതങ്ങ് മാറിക്കോളുമെന്ന്. നമ്മൾ അങ്ങനെയുള്ള കാര്യം വരുമ്പോഴത്തേക്ക് വിവേകം വേണം, അങ്ങനെ വേണം, ഇങ്ങനെ വേണം എന്നൊക്കെ പറഞ്ഞ് നമ്മളതിനെ ലഘൂകരിക്കുന്ന ഒരു സ്വഭാവമുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ കർത്താവിൻ്റെ വിധി ദിവസത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ വിശുദ്ധ മരിയ കുര്യത്തിയും അവിടെ നിൽക്കുന്നു. ഇങ്ങനെ ചെയ്ത ഇതിനോട് സപ്പോർട്ടുള്ള മാതാപിതാക്കളോ അല്ലെങ്കിൽ ഇപ്രകാരം ഒരു ജഡിക പാപത്തിന് വിധേയപ്പെട്ട ഒരു പെൺകുട്ടി അവിടെ ചെന്ന് നിൽക്കുകയാണെങ്കിൽ ആ അവസ്ഥയിൽ എന്തായിരിക്കും? രണ്ടുപേർക്കും തുല്യനീതി അല്ലല്ലോ ദൈവത്തിന് കൊടുക്കാൻ പറ്റുക. കാരണം തെറ്റെന്താണെന്ന് മനസ്സിലായതുകൊണ്ട് മരിയ കുര്യത്തി തൻ്റെ ജീവിതം ക്രിസ്തുവിന് വേണ്ടി അവിടെ വെച്ച് പൂർണ്ണമായിട്ട് വിട്ടുകൊടുത്തു. അവൾ വധിക്കപ്പെട്ടു. മറ്റൊരു ഭാഗത്ത് തെറ്റെന്താണെന്ന് മനസ്സിലായെങ്കിലും ഗൗരവമെടുക്കാതെ ലാഘവ ബുദ്ധിയോടെ അതിനെ ന്യായീകരിച്ച് മുന്നോട്ട് പോയി. അപ്പോൾ ഇതിൽ മരിയ കുര്യത്തി സ്വർഗത്തിലേക്ക് പോയെങ്കിൽ മറ്റേ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ സ്വർഗപ്രവേശനം സാധ്യമല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. കാരണം സ്വർഗത്തിലേക്ക് ഒരു വ്യക്തിക്ക് കടന്നു ചെല്ലാനുള്ള വഴികൾ കൃത്യമായിട്ട് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മൾ തമാശ രൂപേണയോ ലാഘവ ബുദ്ധിയോടെയൊക്കെ ജീവിക്കുമ്പം ഈ കാര്യത്തെ നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ രണ്ടാം വരവ് തീർച്ചയായിട്ടും എങ്ങനെയുമൊക്കെ ജീവിച്ചു പോകുന്നവർക്കോ തട്ടിമുട്ടിയൊക്കെ പോയാൽ മതിയെന്ന് വിചാരിക്കുന്നവർക്കോ ഉള്ളതല്ല, അവരെ കൂട്ടിക്കൊണ്ടുപോകാനുള്ളതല്ല. കർത്താവിൻ്റെ വചനത്തിന് വേണ്ടി പൂർണ്ണമായിട്ടും തങ്ങളെ തന്നെ വിട്ടുകൊടുത്ത് വള്ളി പുള്ളി തെറ്റാതെ വിശുദ്ധി ജീവിക്കുന്ന വ്യക്തികൾക്കുള്ളതാണ്. അപ്പോൾ ഒരു ചോദ്യം പലർക്കും വരും, അങ്ങനെ ജീവിക്കാൻ പറ്റുമോ? നമുക്ക് അപ്രകാരം ജീവിക്കാൻ പറ്റുന്ന കാര്യങ്ങളെ ബൈബിളിലുള്ളൂ, വചനത്തിലുള്ളൂ എന്നുള്ളതാണ്. എന്നാൽ അതിന് താല്പര്യമെടുക്കാതെ വരുമ്പോഴാണ് ഈ ചോദ്യം മുന്നോട്ട് വരുന്നതെന്ന് മാത്രം. അപ്പോൾ ഒന്നാമത്തെ വരവ് എല്ലാവരും രക്ഷിക്കാനുള്ളതായിരുന്നെങ്കിൽ ആ രക്ഷയുടെ പൂർണ്ണതയിലേക്ക് വരുന്ന അല്ലെങ്കിൽ ആ രക്ഷ മനസ്സിലാക്കുന്ന ഒരു വ്യക്തിക്ക് രണ്ടാമത്തെ വരവിൽ പോകാൻ എളുപ്പമാണ്. എന്നാൽ ഈ ഭൂമിയിലെ സുഖത്തിൽ തന്നെ ഞാൻ ജീവിക്കത്തുള്ളൂ, പാപത്തിൽ തന്നെ കഴിയത്തുള്ളൂ എന്ന് വിചാരിച്ച് ന്യായീകരിച്ചു പോകുന്നൊരു വ്യക്തിക്ക് രണ്ടാം വരവിൽ പോകാൻ പറ്റത്തില്ല. അതുകൊണ്ട് അവർ പിന്തള്ളപ്പെടും. അതിനാൽ കാത്തിരിക്കുന്നവരെ കൂട്ടിക്കൊണ്ടുപോകാൻ, അവരെ രക്ഷിക്കാൻ വേണ്ടി ആണ് കർത്താവ് വരിക. അപ്പോൾ ഈ രണ്ട് വരവിൻ്റെയും വ്യത്യാസം ഇത്രയേ ഉള്ളൂ. ഒന്നാമത്തെ വരവ് എല്ലാവരെയും രക്ഷിക്കാനാണെങ്കിൽ രണ്ടാമത്തെ വരവ് തിരഞ്ഞെടുക്കപ്പെട്ടവരെയും കർത്താവിൻ്റെ വചനപ്രകാരം ജീവിച്ചവരെയും കൂട്ടിക്കൊണ്ടുപോകാനുള്ള വരവാണ്. അതിനെക്കുറിച്ച് നമ്മളിനി ആഴമായിട്ട് ചിന്തിക്കുമ്പം അത് മനസ്സിലായിക്കോളും. 1 യോഹന്നാൻ 4-ാം അധ്യായത്തിൽ 14-ാം തീയതി നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്, പിതാവ് തൻ്റെ പുത്രനെ ലോകരക്ഷയ്ക്കായി അയച്ചു എന്ന് ഞങ്ങൾ അറിഞ്ഞിരിക്കുന്നു, ഞങ്ങളത് സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യുന്നു. അപ്പോൾ ആദ്യത്തെ വരവ് ലോകം മുഴുവൻ്റെയും രക്ഷയ്ക്കായിട്ട് കടന്നു വന്നതാണ്. ഹെബ്രായർക്ക് ലേഖനം 9:28 നമ്മൾ അത് വായിച്ചതാണ്. വീണ്ടും ഒന്ന് അതിൻ്റെ മറ്റൊരു ഭാഗത്തേക്ക് നമ്മളൊന്ന് കടന്നു വരികയാണ്. അവൻ വീണ്ടും വരും, പാപപരിഹാരാർത്ഥമല്ല, തന്നെ ആകാംക്ഷാപൂർവ്വം കാത്തിരിക്കുന്നവരെ രക്ഷയ്ക്ക് വേണ്ടി. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ആകാംക്ഷാപൂർവ്വം കാത്തിരിക്കുന്നവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് യേശുക്രിസ്തു വീണ്ടും വരുന്നത്. അപ്പോൾ രണ്ടാമത്തെ വരവ് കാത്തിരിക്കുന്ന രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. ഫിലിപ്പിയർക്ക് ലേഖനം 3:20 നമ്മൾ വായിച്ചു പോയ ഒരു വചനമാണ്. അവിടെ പറയുന്നത്, ഒന്നാമത്തെ വരവ് രക്ഷിക്കാൻ വരുന്നു, രണ്ടാമത്തെ വരവിലും യേശു ക്രിസ്തുവിനെ കാത്തിരിക്കുക എന്നൊരു വചനം 3:20 നമ്മൾ വായിക്കുന്നു. ഒരു രക്ഷകനെ, കർത്താവായ യേശു ക്രിസ്തുവിനെ നാം കാത്തിരിക്കുന്നു. ഫിലിപ്പിയർ 3:20. 21 നമ്മൾ വായിക്കുന്നു, അവിടുന്ന് നമ്മുടെ ദുർബല ശരീരത്തെ തൻ്റെ മഹത്വമുള്ള ശരീരം പോലെ രൂപാന്തരപ്പെടുത്തും. അപ്പം അതിൻ്റെ അർത്ഥം എന്താണ്? രണ്ടാമത്തെ വരവിൽ രൂപാന്തരപ്പെട്ട ഒരു ശരീരത്തിന് മാത്രമേ ഇവിടുന്ന് പോകാൻ പറ്റൂ.
ഏത് ശരീരമാണ് രൂപാന്തരപ്പെടുക? 1 കൊരിന്ത്യർ 3 അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, നിങ്ങളുടെ ശരീരം പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണെന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ? അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ആലയമാകുന്ന ഈ ശരീരം കർത്താവ് രൂപാന്തരപ്പെടുത്തി കൊണ്ടുപോകുന്നു. അപ്പോൾ രണ്ടാമത്തെ വരവിൽ ഇവിടുന്ന് എടുക്കപ്പെടുന്ന ശരീരം, കൊണ്ടുപോകുന്ന ശരീരം അല്ലെങ്കിൽ ആ വ്യക്തി രൂപാന്തരപ്പെട്ടാണ് പോവുക എന്ന് നാം അറിയണം. ഹെബ്രായർക്ക് ലേഖനം 10 അധ്യായത്തിന് 6 പറയുന്നുണ്ട്, ദഹന ബലികളിലും പാപപരിഹാര ബലികളിലും അവിടുന്ന് സംപ്രീതനായില്ല. ദഹന ബലികളും പാപപരിഹാര ബലികളും അവിടുന്ന് ആഗ്രഹിക്കുകയോ ഇഷ്ടപ്പെടുകയോ ചെയ്തില്ല. പാപപരിഹാരം ഉള്ളിടത്ത്, പാപമോചനം ഉള്ളിടത്ത് പാപപരിഹാര ബലി ആവശ്യമില്ലല്ലോ. എന്ന് വെച്ചാൽ ആദ്യ വരവിൽ യേശു ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി പരിഹാരമായി തീർന്നു. അപ്പോൾ പരിഹാരമായി തീർന്നപ്പോൾ പാപം മോചിപ്പിക്കാനും നമ്മളെ മോചിപ്പിക്കാനും വേണ്ടി പാപകരമായ ഒരു ശരീരം അവിടത്തേക്ക് വേണമായിരുന്നു. അതുകൊണ്ടാണ് യേശു ക്രിസ്തു ആദ്യ വരവിൽ ശരീരം ധരിച്ച് അമ്മയുടെ ഉദരത്തിൽ, പരിശുദ്ധ അമ്മയുടെ ഉദരത്തിൽ 9 മാസവും 9 ദിവസവും 9 മണിക്കൂറും വിനാഴികയും എങ്ങനെയാണോ ഒരമ്മ ഒരു കുഞ്ഞിനെ ഗർഭത്തിൽ ധരിക്കുന്നത് അതുപോലെ ഗർഭം ധരിച്ച് ശരീരമെടുത്ത് ഭൂമിയിലേക്ക് വന്നു എന്നുള്ളതാണ്. രണ്ടാമത്തെ വരവിലുള്ള പ്രത്യേകത യേശു ക്രിസ്തു ശരീരമെടുത്ത് വരുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഒന്നാമത്തെ വരവിൻ്റെ പ്രത്യേകത യേശു ക്രിസ്തു ശരീരം ധരിച്ചു വന്നു. രണ്ടാം വരവിൽ ഈശോ ശരീരത്തിൽ വരുന്നുണ്ട്, പക്ഷെ അത് രൂപാന്തരപ്പെട്ട പൂർണ്ണ ശരീരമുള്ള മനുഷ്യനായിട്ടാണ്, ഒരു കുഞ്ഞായിട്ടല്ല വരിക. തെളിവെന്താണെന്ന് ചോദിച്ചാൽ ബൈബിൾ നമ്മൾ കാണുന്നു റോമാക്കാർക്ക് ലേഖനം 8 അധ്യായം 3 തിരുവചനം. അതിൻ്റെ ഹെബ്രായർ 9:28 പറയുന്നുണ്ട്, ആദ്യ വരവ് പാപത്തിന് പരിഹാരം ചെയ്യാനാണ് വന്നതെങ്കിൽ രണ്ടാമത്തെ വരവ് പരിഹാരം ചെയ്യാൻ വരുന്നതല്ല. കാരണം അവിടെ വ്യക്തമായിട്ട് പറയുകയാണ്, ക്രിസ്തുവും വളരെ പേരുടെ പാപങ്ങൾ ഉന്മൂലനം ചെയ്യുന്നതിന് വേണ്ടി, എന്ന് വെച്ചാൽ നിശേഷം പാപങ്ങൾ ഇല്ലാതാക്കുന്നതിന് വേണ്ടി ഒരു പ്രാവശ്യം അർപ്പിക്കപ്പെട്ടു. അവൻ വീണ്ടും വരും, പാപപരിഹാരാർത്ഥമല്ല. അപ്പോൾ പാപത്തിന് പരിഹാരം ചെയ്യാൻ വേണ്ടി ഒരു ശരീരം ആവശ്യമായിരുന്നു. അപ്പോൾ ആ ശരീരത്തോടു കൂടി വന്നു. ഇനി വരുന്നതോ ശരീരത്തോടാണ് വരുന്നത്, പക്ഷേ പൂർണ്ണ ശരീരത്തോടെ വരുന്നു. ഇനി അത് ഞാനൊന്ന് വ്യക്തമാക്കി തരാം. റോമാക്കാർക്ക് ലേഖനം 8 അധ്യായം 3 തിരുവചനം. ശരീരത്താൽ ബലഹീനമാക്കപ്പെട്ട നിയമത്തിന് അസാധ്യമായത് ദൈവം ചെയ്തു. അവിടുന്ന് തൻ്റെ പുത്രനെ പാപപരിഹാരത്തിനു വേണ്ടി പാപകരമായ ശരീരത്തിൻ്റെ സാദൃശ്യത്തിൽ അയച്ചുകൊണ്ട്, ആ വാക്ക് ശ്രദ്ധിക്കണം, പാപപരിഹാരത്തിനു വേണ്ടി പാപകരമായ ശരീരത്തിൻ്റെ സാദൃശ്യത്തിൽ അയച്ചുകൊണ്ട് പാപത്തിന് ശരീരത്തിൽ ശിക്ഷ വിധിച്ചു. ഇപ്പോൾ ശരീരത്തിലാണ് ശിക്ഷ വിധിച്ചത്. അതുകൊണ്ടാണ് ശരീരത്തിൽ അവിടുന്ന് പീഡ ഏൽക്കേണ്ടി വന്നത്, ആണികൾ തറയ്ക്കേണ്ടി വന്നത്. ആ ശരീരത്തിൽ രക്തമുണ്ടായിരുന്നു, ആ രക്തം ചിന്തി നമ്മളെ കഴുകേണ്ടി വന്നത്. കാരണം നമ്മുടെ രക്തത്തിൽ പാപമുണ്ടായിരുന്നു, നമ്മുടെ രക്തത്തിൽ പാപക്കറകളുണ്ട്. എന്നാൽ കറയോ കളങ്കമോ ഇല്ലാത്തൊരു രക്തം വരേണ്ടിയിരിക്കുന്നു. അങ്ങനെ പരിശുദ്ധമായൊരു ശരീരം വേണം. അത് ക്രിസ്തുവിൻ്റെ ശരീരത്തിന് മാത്രമേ പറ്റുകയുള്ളൂ. അതുകൊണ്ട് എന്ത് ചെയ്തു? അവിടുന്ന് പാപത്തിന് ശരീരത്തിൽ ശിക്ഷ വിധിച്ചു. പാപകരമായ ശരീരത്തിൻ്റെ സാദൃശ്യത്തിൽ, പാപകരമായ ശരീരമല്ല അതിൻ്റെ സാദൃശ്യത്തിൽ അയച്ചും കൊണ്ട് പാപത്തിന് ശരീരത്തിൽ ശിക്ഷ വിധിച്ചു. അതിനു വേണ്ടിയിട്ടാണ് ശരീരം വരേണ്ടി വന്നത്. എന്നാൽ ഇനി ശരീരത്തിൻ്റെ ആവശ്യമില്ല, കാരണം പാപമോചനം ശരീരത്തിലൂടെ നടക്കുന്നില്ല. യേശു ക്രിസ്തുവിൻ്റെ ആദ്യ കുരിശുമരണത്തിലൂടെ അത് നടന്നു കഴിഞ്ഞു. ഇത്തിരി ചിലപ്പോൾ ഒന്ന് മനസ്സിലാക്കിയെടുക്കുക ബുദ്ധിമുട്ട് വന്നേക്കാം. ഇനി അതിൻ്റെ കാരണം എന്താണ്? ഇത് ശരീരത്തിൻ്റെ പ്രവണതകൾക്കനുസരിച്ച് ജീവിക്കാതെ ആത്മാവിൻ്റെ പ്രചോദനം അനുസരിച്ച് ജീവിക്കുന്ന തമ്മിൽ നിയമത്തിന് അനുശാസനം സഫലമാകുന്നതിന് വേണ്ടിയിട്ടാണ്. എന്ന് വെച്ചാൽ നമ്മൾ ആദ്യ വരവിൽ വരുമ്പോൾ, കർത്താവ് ആദ്യ വരവിൽ വന്നത് നമ്മുടെ ശരീരത്തിൻ്റെ പ്രവണതക്കനുസരിച്ച് ജീവിച്ച ജീവിതത്തെ അവസാനിപ്പിച്ച് ഇനി ആത്മാവിൻ്റെ ഹിതമനുസരിച്ച് ജീവിക്കുന്ന വ്യക്തിയാക്കി മാറ്റാനാണ്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഇപ്പോഴും ശരീരത്തിൻ്റെ പ്രവണതകൾക്കനുസരിച്ച് ജഡികമായി ജീവിക്കുന്ന ഒരു മനുഷ്യനാണെങ്കിൽ രണ്ടാമത്തെ വരവിൽ എനിക്ക് പോകാൻ പറ്റാത്തതിൻ്റെ കാരണം അതാണ്. കാരണം യേശു ക്രിസ്തുവിലൂടെയുള്ള ഈ പാപമോചന പരിഹാര മേഖല എനിക്ക് ലഭിച്ചിട്ടില്ല. അതുകൊണ്ടാണ്. ഇനി പത്രോസിലേക്ക് എഴുതിയ 1 ലേഖനം 2 അധ്യായം 24 പറയുന്നു, നമ്മുടെ പാപങ്ങൾ സ്വന്തം ശരീരത്തിൽ വഹിച്ച് അവൻ കുരിശിലേറി. കണ്ടോ? അപ്പം നമ്മുടെ പാപങ്ങൾ യേശു ക്രിസ്തു ശരീരത്തിൽ വഹിച്ച് കുരിശിലേറി. എന്തിനാ അങ്ങനെ മരിച്ചത്?
അത് നാം പാപത്തിന് മരിച്ച് നീതിക്കായി ജീവിക്കേണ്ടതിനാണ്. എന്ന് വെച്ചാൽ ഒന്നാം വരവിൽ നാം യേശുക്രിസ്തുവിനോട് കൂടെ ചേർന്ന് ഗലാത്യർ 2:20 നമ്മൾ വായിക്കുന്ന പോലെ ഞാൻ ക്രിസ്തുവിനോട് കൂടെ ക്രൂശിതനായിരിക്കുന്നു. അങ്ങനെ ക്രൂശിൽ മരിച്ച് എൻ്റെ പാപങ്ങൾ ക്രൂശിൽ ഏറ്റെടുത്ത് എന്ത് ചെയ്തു? യേശു മരിച്ചു. അങ്ങനെ എന്നെ നീതിമാനാക്കി. ഇനി ഞാൻ എന്ത് ചെയ്യണം? അങ്ങനെ അത് വിശ്വാസപൂർവ്വം ക്രിസ്തുവിൻ്റെ കുരിശ് മനസ്സിലാക്കി വേണം ചെയ്യാൻ. അങ്ങനെ വിശ്വാസപൂർവ്വം വന്നൊരു വ്യക്തി എന്ത് ചെയ്തു? നീതിക്കായി ജീവിക്കാൻ തുടങ്ങുന്നു. അങ്ങനെ നീതിക്കായി ജീവിക്കുന്നവരെ കൂട്ടിക്കൊണ്ടുപോകാനാണ് രണ്ടാമത് വരിക. അപ്പോൾ ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായി കാണും ഒന്നാം വരവിൻ്റെയും രണ്ടാം വരവിൻ്റെയും വ്യത്യാസം അങ്ങനെയാണ്. അതുകൊണ്ടാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഇനി റോമ 3:23 നമ്മൾ വായിക്കുന്നുണ്ട്, എല്ലാവരും പാപം ചെയ്ത് ദൈവമഹത്വത്തിന് അയോഗ്യരായി അവർ അവിടുത്തെ കൃപയാൽ യേശു ക്രിസ്തു വഴിയുള്ള വീണ്ടെടുപ്പിലൂടെ സൗജന്യമായി നീതീകരിക്കപ്പെടുന്നു. എന്ന് വെച്ചാൽ 10 പൈസ ചെലവില്ലാതെ ക്രിസ്തുവിൻ്റെ കുരിശുമരണത്തിലൂടെ ക്രിസ്തുവിൻ്റെ ജീവിതത്തിലൂടെ നമുക്ക് നീതീകരണം ലഭിച്ചു. അതുകൊണ്ട് ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു പൈസ പോലും നമുക്ക് ചെലവില്ലാതെ സൗജന്യമായിട്ടാണ് ഈ കുരിശുമരണം. അപ്പോൾ സൗജന്യമായ യേശു ക്രിസ്തുവിൻ്റെ ഈ രക്ഷ ഞാൻ ഇപ്പോഴും സ്വന്തമാക്കിയിട്ടില്ല. ചിലർ ഇതിനു വേണ്ടി ഒരുപാട് വില കൊടുക്കുന്നുണ്ട്, പൈസ ചിലവാക്കുന്നുണ്ട്, രക്ഷയിലേക്ക് വരാൻ വേണ്ടി പൈസ ചിലവാക്കുന്നുണ്ട്. ഞാൻ പലപ്പോഴും ഇപ്പം ഞങ്ങൾ നടത്തുന്ന ധ്യാനത്തിലൊന്നും ഞങ്ങൾ ഫീസ് മേടിക്കാറില്ല, സ്തോത്ര കാഴ്ചയില്ല. അപ്പോൾ എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പം നമ്മൾ പറയും നിങ്ങൾക്ക് ഇഷ്ടമുള്ള തരാം എന്ന് പറയുമ്പോൾ അതിനകത്ത് ഒരുപാട് ബുദ്ധിമുട്ടുള്ളവരുണ്ട്. 10 പൈസ പോലും ഇല്ലാതെ വരുന്നവരുണ്ട്, കടം കയറി വരുന്നവരുണ്ട്. ചിലപ്പോൾ ഉള്ളവരെന്തെങ്കിലും തരും, ഞാൻ ആരത്തും ഒന്നും ചോദിക്കത്തില്ല. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കാരണമുണ്ട്. കാരണം വചനപ്രഘോഷണം, ശുശ്രൂഷകൾ ഇതൊന്നും പൈസയ്ക്ക് വേണ്ടി ചെയ്യേണ്ട കാര്യമല്ല. ഇപ്പോൾ ചിലവില്ലേ എന്ന് ചോദിക്കും, ചിലവുണ്ട്. ഇപ്പോൾ ധ്യാനം നടത്തണമെങ്കിൽ അതിന് ഫുഡിൻ്റെ ചിലവുണ്ട്, താമസത്തിൻ്റെ ചിലവുണ്ട്. പക്ഷെ വചനത്തിന് കാശില്ല. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് പിടി കിട്ടി കാണും. ഒരത് പറഞ്ഞാൽ നമ്മൾ പരിശുദ്ധ കുർബാനയ്ക്ക് പോലും ചിലവുണ്ടോ എന്ന് ചോദിച്ചാൽ ചിലവുണ്ട്. എന്തിൻ്റെയാണ്? വീഞ്ഞിൻ്റെ ചിലവുണ്ട്, അപ്പത്തിൻ്റെ ചിലവുണ്ട്, അതായത് ഓസ്തിയുടെ ചിലവുണ്ട്, പള്ളിയിലെ കസേരയ്ക്ക് ചിലവുണ്ട്, മേശയ്ക്ക് ചിലവുണ്ട്, ബലിപീഠത്തിൻ്റെ അതിൻ്റെ ഒരുക്കങ്ങൾക്ക് ചിലവുണ്ട്, ഫാന് ചിലവുണ്ട്, ചിലപ്പോൾ AC ആയിരിക്കും, ACക്ക് ചിലവുണ്ട്. ഇതിനെല്ലാം ചിലവുണ്ട്. പക്ഷെ നമ്മൾ അതിൻ്റെ കാശാണ് കൊടുക്കേണ്ടത്, അല്ലാതെ രക്ഷയ്ക്കല്ല കാശ് കൊടുക്കുന്നത്. പലരെയും ധാരണ രക്ഷയ്ക്കാണെന്നുള്ളതാണ്. ഞാൻ പറഞ്ഞ ചിലവിൻ്റെ കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറഞ്ഞതാണ്. നിങ്ങൾ ക്രിസ്തുവിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി 10 പൈസ ചിലവാക്കേണ്ട ആവശ്യമില്ല. അതാണ് ക്രിസ്തുവിൻ്റെ ഒരു പ്രത്യേകത. ഈ രക്ഷ കിട്ടാൻ വേണ്ടി നിങ്ങൾ കാശ് ചിലവാക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അജ്ഞതയിൽ കിടക്കുന്നു എന്ന് മനസ്സിലാക്കണം. അതുകൊണ്ട് രക്ഷയ്ക്ക് വേണ്ടിയല്ല നമ്മൾ കാശ് ചിലവാക്കുന്നത്. ഇപ്പോൾ ഈ യൂട്യൂബ് ശുശ്രൂഷ റെക്കോർഡ് ചെയ്യുമ്പോൾ ചിലവുണ്ട്, നല്ല ചിലവുണ്ട്. കാരണം ഇത് ക്യാമറയ്ക്ക് ചിലവുണ്ട്, സ്റ്റുഡിയോയ്ക്ക് ചിലവുണ്ട്, ഇത് ഉപകരണങ്ങൾ പ്രവർത്തിപ്പിക്കുന്നവരുടെ കാര്യങ്ങൾ നടക്കണം, എഡിറ്റ് ചെയ്യുന്നവരുടെ കാര്യങ്ങൾ നടക്കണം, അതിനാ ചിലവുള്ളത്. അപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കണം. ഇപ്പോൾ ഞാൻ രക്ഷയ്ക്ക് വേണ്ടി ഇത്ര രൂപ കൊണ്ട് കൊടുത്തു, എനിക്ക് കർത്താവിൻ്റെ രക്ഷ സ്വന്തമാക്കാൻ വേണ്ടി ഞാൻ ഇത്ര രൂപ ചിലവാക്കി, അങ്ങനെ നമ്മൾ ഒരിക്കലും പറയരുത്. രക്ഷയ്ക്കല്ല നമുക്ക് കാശ് ചിലവാകുന്നത്. അതിന് അനുബന്ധമായ പല മേഖലയുണ്ട്. അതിനി പറഞ്ഞു വരുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ ആഴത്തിൽ പിടി കിട്ടിക്കോളും കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് പറഞ്ഞത്, ഞാൻ ആ വാക്ക് പറയാൻ വേണ്ടിയാണ്. യേശു ക്രിസ്തു വഴിയുള്ള വീണ്ടെടുപ്പിലൂടെ സൗജന്യമായി നീതീകരിക്കപ്പെടുന്നു എന്ന് വെച്ചാൽ ഒരു ചെലവുമില്ലാതെ നിങ്ങൾക്ക് നീതീകരണം ലഭിക്കുന്നു. കാര്യം എന്താ? യേശു ക്രിസ്തു നമുക്ക് സൗജന്യമായി തന്നതാണ്. ഞാനത് ഇത്രയും ഇങ്ങനെ പറയാൻ കാരണം, ഈ സൗജന്യമായിട്ട് കിട്ടിയിട്ട് പോലും നമ്മൾ ഇപ്പോഴും ഈ രക്ഷ സ്വന്തമാക്കാതെ ഇപ്പോഴും ബുദ്ധിമുട്ടി കഴിയുകയാണ് പലരും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, കർത്താവിലേക്ക് നിങ്ങൾ തിരിച്ചു വരിക. ഇനി 20 തിരുവചനം, വിശ്വാസം വഴി സംലപ്തമാകുന്ന രക്തം കൊണ്ടുള്ള പാപപരിഹാരമായി ദൈവം അവനെ നിശ്ചയിച്ചു തന്നു. ഇനി ഒരു വാക്കുകൂടെ നമുക്കൊന്ന് ചിന്തിക്കാം, കാരണം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. 1 യോഹന്നാൻ 3:2 പറയുകയാണ്, പ്രിയപ്പെട്ടവരെ, നാം ഇപ്പോൾ ദൈവത്തിൻ്റെ മക്കളാണ്. എപ്പോഴെന്ന് ഇനി വായിക്കുമ്പോൾ പിടികിട്ടും. എന്നാൽ നാം എന്തായി തീരുമെന്ന് ഇതുവരെയും വെളിപ്പെട്ടിട്ടില്ല. എങ്കിലും ഒരു കാര്യം നാം അറിയുന്നു, അവിടുന്ന് പ്രത്യക്ഷനാകുമ്പോൾ, എന്ന് വെച്ചാൽ രണ്ടാമത് വരുമ്പോൾ, നാം അവിടുത്തെ പോലെ ആകും. കണ്ടോ, രൂപാന്തരപ്പെടും, മഹത്വമുള്ളൊരു ശരീരം നമുക്ക് ലഭിക്കും. അവിടുന്ന് ആയിരിക്കുന്നത് പോലെ നാം അവിടുത്തെ കാണുകയും ചെയ്യും. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതൊക്കെ ഒരു പടത്തിലും രൂപത്തിലും കാണുന്ന രൂപമൊക്കെ മാറും. അതെന്നും പൂർണ്ണതയല്ല കേട്ടോ. കാരണം വെളിപാട് പുസ്തകത്തിൽ അത് കൃത്യം എഴുതി വെച്ചോളൂ, ഈശോയുടെ സ്ട്രക്ചർ എങ്ങനെയാണ്. ഞാനിപ്പോൾ അതിലേക്ക് പോകുന്നില്ല, പിന്നെ നമുക്ക് ചിന്തിക്കാം. ആകും, അവിടുന്ന് ആയിരിക്കുന്ന പോലെ നാം അവിടുത്തെ കാണുകയും ചെയ്യും. ഈ സന്ദേശം കേൾക്കുമ്പോൾ നിങ്ങൾക്കൊരു കാര്യം കൂടെ ചിന്തിക്കണം. അടുത്ത ഒരു സന്ദേശത്തിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥനാപൂർവ്വം ഒരുങ്ങണം. എന്തിനാ?
കർത്താവ് ഈ കാര്യങ്ങളെക്കുറിച്ച് എനിക്കൊന്ന് അറിയണം, മനസ്സിലാക്കണം. അങ്ങനെ മനസ്സിലാക്കാനുള്ള ഒരു താല്പര്യം, ഒരു കാത്തിരിപ്പ് നമുക്ക് ഈ മേഖലയിൽ വേണം. എന്നിട്ട് പറയുകയാണ്, ഈ പ്രത്യാശയുള്ളവൻ, ഏത് പ്രത്യാശയാ? ഇങ്ങനെ അവിടുത്തെ പോലെ ആകുമെന്നും അവിടുന്ന് ആയിരിക്കുന്ന പോലെ അവിടുത്തെ കാണുമെന്നും പ്രത്യാശയുള്ളവൻ എന്ത് ചെയ്യണം? പ്രത്യാശയുള്ളവൻ അവിടുന്ന് പരിശുദ്ധനായിരിക്കുന്ന പോലെ തന്നെ തന്നെ വിശുദ്ധനാക്കുന്നു. കണ്ടോ? എന്നിട്ട് പറയുക, പാപം ചെയ്യുന്നവൻ നിയമം ലംഘിക്കുന്നു. പാപം നിയമലംഘനമാണ്. പാപങ്ങൾ ഏറ്റെടുക്കാൻ വേണ്ടിയാണ് അവൻ പ്രത്യക്ഷനായത് എന്ന് നിങ്ങൾ അറിഞ്ഞു. ഇത് ആദ്യ വരവാ, അറിയുന്നു. ഇനി രണ്ടാമത് വരുന്നതോ, അവിടുത്തെ പോലെ നമ്മളെ ആക്കാൻ, അവിടുത്തെ ഭവനത്തിൽ നമ്മളെ പ്രവേശിപ്പിക്കാൻ വരുന്നു. ഇനി പറയുകയാണ്, അവനിൽ പാപമില്ല, അവനിൽ വസിക്കുന്ന ഒരുവനും പാപം ചെയ്യുന്നില്ല, പാപം ചെയ്യുന്ന ഒരുവനും അവനെ കണ്ടിട്ടില്ല, അറിഞ്ഞിട്ടുമില്ല. എത്ര ആഴത്തിൽ ഇതൊക്കെ എഴുതി വെച്ചേക്കുന്നത്. നമുക്കാകെ മനുഷ്യർക്കിപ്പം അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായി നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരിക, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കുക എന്നുള്ള വചനം അറിയാം, നല്ല വചനമാണ്. പക്ഷേ ഇത്രയും നാളായിട്ട് ഒരു ആശ്വാസവും ഇല്ല, ഒരു ഭാരവും മാറിയിട്ടില്ല, ഒരു ദുഃഖവും മാറിയിട്ടില്ല. പക്ഷെ മാറും. നമ്മൾ കർത്താവിനെക്കുറിച്ച് ആഴത്തിൽ ചിന്തിക്കണം, മനസ്സിലാക്കണം. അവിടെ ഒരു വാക്ക് പറയുന്നുണ്ട്, മത്തായി സുവിശേഷത്തിൽ നമ്മൾ അവിടെ വായിക്കുമ്പോൾ ഇങ്ങനെ പറയുന്നുണ്ട്, നിങ്ങൾ എന്നെക്കുറിച്ച് പഠിക്കണം, മനസ്സിലാക്കണം, അറിയണം. ശിഷ്യന്മാർ രഹസ്യത്തിൽ വന്ന് കർത്താവിനോട് ചോദിച്ചു, കർത്താവെ, ഉപമയൊന്നും ഞങ്ങൾ കേട്ടു, പക്ഷേ ഇതിൻ്റെ ആഴം എന്താ, ഇതിൻ്റെ രഹസ്യം എന്താ? അപ്പോൾ ഈശോ വിശദീകരിച്ച് കൊടുത്തു. നമുക്കും ഈ ശുശ്രൂഷയോടൊപ്പം കടന്നു പോകുമ്പോൾ ഒരുപാട് ഉപമകൾ കേൾക്കുന്ന ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്, ഒരുപാട് വചനപ്രഘോഷണം കേൾക്കുന്ന ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതെല്ലാം കേട്ടോ, പക്ഷേ നമ്മളിങ്ങനെ ചിന്തിക്കാം, നമുക്ക് കർത്താവെ, ഇതിൻ്റെ രഹസ്യം എനിക്കൊന്ന് അറിയണം, സ്വർഗരാജ്യം വെളിപ്പെടുത്തി എനിക്കൊന്ന് അറിയണം. കുറേ പ്രാർത്ഥനയും ചൊല്ലി, കുറേ പുണ്യപ്രവൃത്തികളും പരിത്യാഗ പ്രക്രിയകളൊക്കെ ചൊല്ലി ഞാൻ പോകുമ്പോഴും എത്രയോ നാളായി ഞാൻ ധ്യാനം കൂടുന്നു, എത്രയോ പ്രാവശ്യമായി വചനം കേൾക്കുന്നു, എന്തെല്ലാം ചെയ്തു നോക്കി, പല വഴികളിലൂടെ ഞാൻ പോയി. അടുത്ത സെക്ഷനിൽ നമ്മൾ ചിന്തിക്കാൻ പോകുന്ന ഈ വഴികളെക്കുറിച്ചൊക്കെയാണ്. അപ്പോൾ അങ്ങനെയൊക്കെ പോയിട്ടും എനിക്കൊരു രക്ഷയില്ലെങ്കിൽ ഒന്ന് ചിന്തിക്കുക, കർത്താവ്, എവിടെയാണ് എനിക്ക് തെറ്റുപറ്റിയത്, എന്താ എനിക്ക് സംഭവിച്ചത്, എനിക്കൊന്ന് വെളിപ്പെടുത്തി തരണമേ. അതിനുവേണ്ടി നമുക്കൊരുങ്ങാം, നമുക്ക് കാത്തിരിക്കാം. കർത്താവ് ഇനിയുള്ള സന്ദേശങ്ങളിലും അതെല്ലാം നമുക്ക് വെളിപ്പെടുത്തി തരട്ടെ. ഈ മേഖലകളെക്കുറിച്ചും ഒന്നാമത്തെ വരവിനെക്കുറിച്ചും രണ്ടാമത്തെ വരവിനെക്കുറിച്ചുമുള്ള ആ പ്രത്യേകതകളും വ്യത്യാസങ്ങളും ഏകദേശം മനസ്സിലാക്കാൻ പറ്റിയെന്ന് ഞാൻ കരുതുന്നു. പരിശുദ്ധ അമ്മേ മാതാവേ, അമ്മ ഈശോടൊപ്പം നടന്ന് നിരവധി പേരെ യേശുവിലേക്ക് അടുപ്പിച്ചതിനെ ഓർത്ത് നിങ്ങൾ നന്ദി പറയുന്നു. അവൻ പറയുന്നത് ചെയ്യുവിൻ എന്ന് പറഞ്ഞതുപോലെ ഞങ്ങളും യേശു പറയുന്ന ഓരോ വാക്കുകളും അനുസരിച്ച് രണ്ടാം വരവിന് വേണ്ടി, നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങുവാൻ അമ്മ ഞങ്ങളെ സഹായിക്കണമേ. മിഖായേൽ, ഗബ്രിയേൽ, റഫേൽ ദൂതന്മാരെ ഞങ്ങളെ സഹായിക്കണമേ. അന്ധകാര ശക്തികളുടെ എല്ലാവിധ പോരാട്ടങ്ങളിൽ നിന്ന് ഞങ്ങൾ ഓരോരുത്തരും വിജയിക്കാൻ തക്കവിധം സ്വർഗീയമായ വലിയ അനുഭവങ്ങൾ ഞങ്ങൾക്കുണ്ടാകാൻ വേണ്ടി സ്വർഗത്തിൻ്റെ വലിയൊരു സഹായം ഞങ്ങൾക്കുണ്ടാകട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.